അപ്പോ ഇനി നമുക്ക് കിതാബ് ഓതി തുടങ്ങാം. പിന്നെ ഈ ഹനഫി ഫിഖിന്റെ മുസ്തലഹാത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ പറയാനുണ്ട്. അത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോ പറയും ഞാൻ. അപ്പൊ അതിന്റെ മറാജിയൊക്കെ അപ്പൊ അയക്കാം. പിന്നെ ഇപ്പൊ നമ്മള് അൽ ലുബാബു ഫി ഷറഹിൽ കിതാബ് എന്ന് പറഞ്ഞ മുഖ്തസറുൽ ഖുദൂരിന്റെ ഒരു പ്രശസ്തമായ ഒരു ഷറഹുണ്ട്. അതോടുകൂടെയാണ് എന്ത് ചെയ്യുക, അതിന്റെ എല്ലാ ഭാഗവും വായിക്കൂല, ചില ഭാഗങ്ങളൊക്കെ വായിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഓതുക. പിന്നെ മുഖ്തസറുൽ ഖുദൂരി നമ്മൾ പറഞ്ഞല്ലോ, അൽ മുത്തൂനു സലാസത്തില് എന്ത് ചെയ്തിട്ടുണ്ട്, പറയപ്പെട്ട ഒന്നാണ്. ഹനഫി ഫിഖില് അംഗീകരിക്കപ്പെടുന്ന ഫത്വക്ക് ആശ്രയിക്കുന്ന എടുക്കുന്ന 3 മത്തനുകളില് മുഖ്തസറുൽ ഖുദൂരി ഉണ്ട്. പിന്നെ അതിന് പുറമെ ഇമാം അബുൽ ഹുസൈൻ അൽ ഖുദൂരി എന്നവര് ഹനഫി ഫിഖിലെ തർജീഹിന്റെ മുജ്തഹിദുമാണ്. അപ്പൊ അവരുടെ കിതാബ് എന്ന നിലക്ക് ആണ് അത് ഓതുന്നത്. അബ്ദുൽ ഗനിയിൽ മൈദാനി അദ്ദിമഷ്കി അവരുടേതാണ് ഈ അൽ ലുബാബ് എന്ന് പറഞ്ഞ ഷറഹ്. നല്ലൊരു ഷറഹാണ് അത്. പിന്നെ അതിന് തഹ്കീഖുണ്ട്. അതിന്റെ 1-ാം ബാല്യം ഈ തഹ്കീഖിന്റെ 1-ാം ബാല്യം പിന്നെ ഹനഫി മദ്ഹബുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഒഴിവുപോലെ അത് നോക്കുക. പിന്നെ അപ്പോ അബുൽ ഹുസൈൻ അൽ ഖുദൂരി കിതാബ് തുടങ്ങുന്ന തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കിതാബു ത്വഹാറത്തി ഖാലല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ എന്നിങ്ങനെയാണ്. എന്നിട്ട് പിന്നെ പറയുന്നു ഫഫർളു ത്വഹാറത്തി ഗുസ്ലുൽ അഅളാഇ സലാസത്തി വമസ്ഹുർ റഅസി വൽമിർഫഖാനി വൽകഅബാനി യദ്ഖുലാനി ഫിൽ ഗസ്ലി. പിന്നെ അപ്പോ ആദ്യം ത്വഹാറത്താണ് പറയുന്നത്. അത് പൊതുവെ അങ്ങനെയാണ്, ഫുഖഹാ ത്വഹാറത്താണ് ആദ്യം പറയുക, അല്ലെ? അത് ഇബാദത്തിൽ പെട്ടതാണല്ലോ ത്വഹാറത്ത്. അപ്പൊ അത് ഇതിന്റെ തർത്തീബ് അവിടെ ഇമാം മൈദാനി പറയുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള ഒരു പോയിന്റാ. അപ്പൊ ഖുദ്ദിമത്തിൽ ഇബാദാത്തു അലാ ഗൈരിഹ, അതായത് ഫിഖ്ഹ് 4 ബാബുകളായിട്ടാണല്ലോ: ഇബാദത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്. ആദ്യ ഇബാദത്ത്, പിന്നെ ബൈ മുതൽ അങ്ങോട്ട് മുആമലാത്ത്, ഇടപാടുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിക്കാഹാണ്. ഇടപാടൊക്കെ കഴിഞ്ഞാല് ആദ്യ ഇബാദത്തൊക്കെ പഠിച്ച് പിന്നെ പൈസ ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയാല് പിന്നെ പെണ്ണെട്ടണല്ലോ. അപ്പൊ എന്താക്കണോ? മുനാക്കഹാത്ത്. അത് കഴിഞ്ഞാല് പിന്നെ കുടുംബമായി ജീവിക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ജിനായത്തുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ എന്താകണോ? മുനാക്കഹാത്തുകൾ കഴിഞ്ഞാൽ പിന്നെ അവസാനമായിട്ട് ജിനായത്തുമാണ് ഫുഖഹാവ് പറയുക. ഇന്നലെ ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, എന്തിനാണ് ഇപ്പൊ ഇക്കാലത്ത് ജിനായത്തൊക്കെ ഓതുന്നത്? അതൊരു വെറുതെ അല്ലേ? ഒരു ഉപകാരമില്ലാത്തതല്ലേ ജിനായത്ത്? ജിനായത്തിലിപ്പോ ഹദ്ദുകളല്ലേ? വ്യഭിചരിച്ചാലെ ഹദ്ദ്, കളവ് നടത്തിയാലുള്ള ഹദ്ദ്, വ്യഭിചാര ആരോപണം നടത്തിയാലുള്ള ഹദ്ദ്, ഇങ്ങനെ തുടങ്ങി എന്നപോലെ ഖാദിന്റെ മസലകള്, അങ്ങനെ ജിനായാത്തുകളിൽ കുറെ ഉണ്ടല്ലോ. ദിയത്ത്, കൊലപാതകം, മറ്റത് മറിച്ചത്, ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ഇപ്പൊ ഓതുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇതൊന്നും നടക്കൂല. പിന്നെന്തിനാണ്? ഞാൻ ഇപ്പൊ തിരിച്ചു വെച്ച് ജമ്മുൽ ജവാമി ഓതുന്നതിനാ? ഇജ്തിഹാദ് ചെയ്യാനാ? അത് ഉസൂലുൽ ഫിഖ് അല്ലേ? ഉസൂലുൽ ഫിഖ് വെച്ചിട്ട് നമുക്ക് ഇജ്തിഹാദ് ചെയ്യാനൊന്നും കഴിയൂലല്ലോ. ഇജ്തിഹാദ് ചെയ്യാൻ കഴിയൂല എന്ന് മാത്രമല്ല, പാടില്ല ഞാനും. അങ്ങനെയാണ്. പിന്നെ എന്തിനാ തോന്നുന്നതെന്ന് ചോദിച്ചപ്പോ അതിപ്പോ ഇമാമിങ്ങൾ ഇജ്തിഹാദ് ചെയ്തത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാനല്ലേ എന്ന് പറഞ്ഞു എന്നോട് അയാൾ തന്നെ. ആയിക്കോട്ടെ, മനസ്സിലാക്കാനാണെങ്കിൽ നമ്മളിപ്പോ ജിനായത്ത് ഓതണം. കാരണം ശരീഅത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഈ ജനായത്ത് എന്ന് പറയുന്നത്. ശരീഅത്തിന്റെ ഒരു ഭാഗം ജിനായത്ത് മനസ്സിലാക്കിയിട്ട് അപ്പൊ ശരീഅത്തിന്റെ നന്മ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ജിനായത്തും മനസ്സിലാക്കണം.
പിന്നെ ജിനായത്തിന്റെ ഭാഗത്തിലൂടെ എന്താണ് ശരീഅത്തിന്റെ പേരിൽ വിമർശനങ്ങൾ പലപ്പോഴും വരുന്നതാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ മറുപടി പറയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതെല്ലാം ഓതി പഠിച്ച് മനസ്സിലാക്കി വെക്കണം, എന്നാലേ പറ്റുള്ളൂ. പിന്നെ ശരീഅത്ത് നിയമത്തിന്റെയും അതിലെ ജിനായത്തിലെയും ഇന്ത്യൻ പീനൽ കോഡും എന്ന പോലെ മറ്റ് ഭരണ സംവിധാനങ്ങളിലെയും ഭരണഘടനയിലെയും ജിനായത്തിന്റെ ഹുക്കുമുകളും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ പീനൽ കോഡിന്റെ നന്മ സമൂഹത്തിന് വിശദീകരിച്ചുകൊണ്ട് സമൂഹത്തിന് ഈ ദീനിന്റെ നന്മ പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയണമെങ്കിൽ ആദ്യം ഇതെല്ലാം പഠിക്കണ്ടേ, എന്നാലല്ലേ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്യേണ്ട ഖിയാമത്ത് നാൾ വരെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇബാദത്താണ് ആദ്യം പറഞ്ഞത്. അതിന് കാരണം എന്താ? ഇഹ്തിമാമം ബിഹ, ഇബാദത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. കാരണം എന്താ? ലിഅന്നൽ ജിന്ന വൽ ഇൻസ ലം തുഖ്ലഖ ഇല്ലാ ലഹാ. എന്താ ജിന്നും ഇൻസും മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാനല്ല സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ അതാണ് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ, അള്ളാനെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട് ഈ 4 ബാബുകളുടെ കൂട്ടത്തിലെ ഇബാദത്തിന്. അപ്പൊ അത് ആദ്യം പറയണമല്ലോ. എന്നാൽ ആ കൂട്ടത്തിൽ നിസ്കാരം ആദ്യം പറയാൻ കാരണം എന്താ? ഖുദ്ദിമത്തു സ്വലാത്തു മിൻ ബൈനിഹാ ലിഅന്നഹാ ഇമാദുഹാ. ഇബാദത്തിന്റെ ഇമാദ്, അതിന്റെ തൂണാണ് നിസ്കാരം. അസ്സലാത്തു ഇമാദുദ്ദീൻ എന്ന ഹദീസ് ഉണ്ടല്ലോ, അസ്സലാത്തു ഇമാദുദ്ദീൻ. അപ്പൊ ആ ഇബാദത്തുകളുടെ ഇമാദ്, തൂണാണ് നിസ്കാരം. അപ്പൊ അത് ആദ്യം പറയണം. തൂണല്ലേ ആദ്യം ഉണ്ടാക്കണ്ടേ, പിന്നല്ലേ മേൽക്കൂര ഉണ്ടാക്കുക. ഖുദ്ദിമത്തി തഹാറത്തു, എന്നാൽ നിസ്കാരത്തിന്റെ ബാബുകളുടെ കൂട്ടത്തിൽ ആദ്യം തഹാറത്ത് പറയാൻ കാരണം എന്താ? തഹാറത്തു അലൈഹാ ലിഅന്നഹാ മിഫ്താഹുഹാ, അത് മിഫ്താഹുസ്സലാത്താണ്. അത്തഹാറത്തു മിഫ്താഹുസ്സലാത്തി എന്ന ഹദീസ് ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ താക്കോലാണ്. അപ്പൊ താക്കോല് ആദ്യം വേണ്ടേ. അപ്പൊ അങ്ങനെ ആകുമ്പോ അത് തഹാറത്ത് എന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 ഉണ്ടല്ലോ തഹാറത്ത് എന്ന് പറഞ്ഞത്. അപ്പോ അങ്ങനെ ആവുമ്പോ പിന്നെ ഉളൂ ആദ്യം പറയാൻ കാരണം എന്താ? അതാ ഖുദ്ദിമത്തു തഹാറത്തുൽ ഉളൂഇ ലികസറത്തി തക്രാരിഹാ, അതിങ്ങനെ ആവർത്തിച്ച് വരുന്ന. ഒളു ആവർത്തിക്കുന്ന അത്ര കുളി ആവർത്തിക്കൂലല്ലോ, നജസ് കഴുകൽ അത്ര ആവർത്തിക്കൂലല്ലോ, തയമ്മ അത്ര ആവർത്തിക്കൂലല്ലോ, അതുകൊണ്ടാ. പിന്നെ കിതാബു ത്വഹാറത്തി, ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് നലാഫത്താണ്, വൃത്തിയാകുക, വെടുപ്പുണ്ടാകുക എന്നൊക്കെ അല്ലേ പറയാ, ശുദ്ധിയാകുക തഹാറത്ത്. ഭാഷാപരമായി അങ്ങനെയാണ്. ഷറയിലാണെങ്കിലോ അത് നലാഫത്തുൻ അനിൻ നജാസത്ത് എന്നാണ്. ഇപ്പൊ അനഫിഫിക്കല്ലേ പറയുന്നത്, നലാഫത്തുൻ അനിൻ നജാസത്തി, നജസിനെ തൊട്ടുള്ള ശുദ്ധീകരണത്തിനാണ് ത്വഹാറത്ത് എന്ന് പറയാ. അപ്പൊ വേറൊരു വിഷയമുണ്ട്. നജസിനെ തൊട്ടുള്ള ശുദ്ധീകരണം എന്ന് പറഞ്ഞാല് ഒളുവെടുക്കലും കുളിക്കലും അങ്ങനെ നജസിനെ തൊട്ടുള്ള ശുദ്ധീകരണമാകുക. അതാ പിന്നെ പറയുന്നുണ്ട്. അതായത് നജാസത്ത് ഹഖീഖത്തും ഉണ്ട് ഹുക്കുമീയത്തും ഉണ്ട് ഹനഫി മദ്ഹബ് അനുസരിച്ച്. ഹഖീഖത്തിലെ നജാസത്താണ് നമ്മൾ പറയുന്ന എന്താണ് നജാസത്തിന്റെ ബാബിൽ പറയുന്ന മലവും മൂത്രവും രക്തവും ഛർദിയും അതും ഇതെല്ലാം ഹഖീഖത്തിലെ നജാസത്താണ്. എന്നാൽ ഹുക്കുമിയ്യത്തായ നജാസത്താണ് ഹദസ് എന്ന് പറയുന്നത്. ഹദസ് അക്ബറും അസ്ഗറും ഉണ്ടല്ലോ, ഇത് രണ്ടും ഹുക്കുമിയ്യത്തായ നജസാണ്. അപ്പൊ ഇതിൽ എല്ലാത്തിനെയും തൊട്ടുള്ള ശുദ്ധീകരണമാണ് നലാഫത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഈ നലാഫത്തുൻ അനിൻ നജാസത്തിൽ ഹുക്കുമിയ്യത്തി എന്ന നിലക്ക് തഹാറത്ത് രണ്ടാകും. ആ നജാസത്ത് പിന്നെ ആ തഹാറത്ത് കുബറയും ഉണ്ട് സുഗറയും ഉണ്ട്. അതിലെ അക്ബറായ ഹദസ്, അതായത് നജാസത്തുൻ ഹുക്കുമിയ്യത്ത് കുബറയാകുമ്പോ അതിൽ നിന്നുള്ള ശുദ്ധീകരണം നലാഫത്ത് കുബറയാകും. സുഗറയാകുമ്പോ ഹദസുൻ അസ്ഗർ അതിൽ നിന്നുള്ളത് സുഗറയാകും. എന്നാൽ ഇനി തയമ്മം ബാക്കിയുണ്ടല്ലോ, അതെ അതും ബാക്കിയുണ്ട്. ഇത് രണ്ടിനെ തൊട്ടുള്ള ശുദ്ധീകരണം. ഏത്? ഈ സുഗറ കുബറ എന്ന് പറഞ്ഞ ഹദസുൻ അസ്ഗർ ഹദസുൻ അക്ബർ, ഇത് രണ്ടിനെ തൊട്ടുള്ള ശുദ്ധീകരണമാണ്. രണ്ടിനും പകരം തയമ്മം വരുമല്ലോ, അപ്പൊ അതും ത്വഹാറത്തിൽ പെട്ടതാണ്. ഇനി അത് കഴിഞ്ഞ് ഖാലല്ലാഹു തആല, എന്താ ഇത് മുൻകത്തിയായി പോയോ? കാണുന്നില്ലല്ലോ നിങ്ങൾ? ഉണ്ട്. പിന്നെ കാണുന്നുണ്ട്. ഖാലല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ് സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ എന്ന് പറഞ്ഞ ഒരായത്ത് ഇവിടെ ഈ ബാബിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നു അല്ലെ. അത് വുളൂവിന്റെ ഫർളുകൾ വിശദീകരിക്കുന്ന ആയത്താണിത്.
ഒളുവിന്റെ ഫർദുകൾ വിശദീകരിക്കുന്ന ആയത്ത്. നമ്മൾ ഫിഖ്ഹിന്റെ ഇസ്തിംദാദ് ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫിഖ്ഹുകൾ പിടിച്ചെടുത്തത് ആയത്ത് ഹദീസ് ഇജ്മാ ഖിയാസിൽ നിന്നാണ്. അപ്പൊ ഈ ആയത്തിലാണ് ഉളുവിന്റെ ഫർദുകൾ പറഞ്ഞത്. പക്ഷെ അവിടെ ഫുറൂലുൽ ഉളൂഇ എന്ന് പറഞ്ഞിട്ടില്ല. അത് ഇമാമിയങ്ങളാ വിശദീകരിച്ചത് എന്ന് മാത്രം. ഫുറൂലുൽ ഉളൂ എന്ന ഇബാറത്ത് പറയുന്നത് ഫുഖഹ ആണ്. അല്ലാഹു തആല എന്താ പറഞ്ഞല്ലോ, നിസ്കരിക്കാൻ വിചാരിച്ചാല് മുഖവും കൈയും കാലും ഒക്കെ കഴുകണം, തലയും തടകണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് ഫർലാണെന്ന് ഇവര് ഇബാറത്ത് മാറ്റി പറഞ്ഞു. അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ഈ ആയത്ത് ആദ്യം കൊണ്ടുവന്നത് എല്ലാ ബാബിന്റെയും തുടക്കത്തിൽ ഇമാം അബുൽ ഹുസൈൻ അൽ ഖുദൂരി ഇങ്ങനെ ആയത്ത് കൊണ്ടുവരുമോ? അതില്ല. എല്ലാ ബാബിന്റെയും തുടക്കത്തിൽ ഇങ്ങനെ ആയത്ത് കൊണ്ടുവരൂല. പിന്നെ ഇത് തെളിവായി കൊണ്ടുവന്നതുമല്ല. തെളിവായിട്ടാണ് ആയത്ത് കൊണ്ടുവരുന്നതെങ്കിൽ മസല പറഞ്ഞതിന്റെ ശേഷമല്ലേ ആയത്ത് കൊണ്ടുവരേണ്ടത്, അല്ലേ? ദഅവ വിഷയം പറഞ്ഞതിന് ശേഷമാണ് എന്താക്കേണ്ടത്, ആയത്ത് കൊണ്ടുവരേണ്ടത്. ഇവിടെ എന്താണ്, അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അപ്പൊ ഇത് തെളിവായി കൊണ്ടുവന്നതുമല്ല. പിന്നെന്തിനാ, ഇതൊരു ബറക്കത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് ആ ആയത്ത് എഴുതുന്നതിലും ബറക്കത്തുണ്ട്. കിതാബ് ഓതുന്നവര് ആ ആയത്ത് ആദ്യമായി ഓതുമ്പോ അതിലും ബറക്കത്തുണ്ട്. അപ്പൊ അതാ തയമ്മുനം ബി തിലാവത്തിഹി വസ്തിൻസാലൻ ലി ബറക്കത്തിഹി എന്നാണ് അയിമത്ത് പറഞ്ഞത്. അങ്ങനെ ഉണ്ട്. ഏത് മജ്ലിസും തുടങ്ങുമ്പോ എന്ന പോലെ ഏത് കിതാബും എഴുതാൻ ആരംഭിക്കുമ്പോ ഏത് പ്രഭാഷണവും വായതും എല്ലാം തുടങ്ങുമ്പോ ഒരു ആയത്തോതൽ സുന്നത്തുണ്ട്. ഏതുപോലെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തി എന്ന് പറഞ്ഞ ഹദീസ് പറയലും സുന്നത്തുള്ള പോലെ. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹ് ബുഖാരിയുടെ ആദ്യത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാക്കിയത് ആ സുന്നത്ത് വിടാൻ വേണ്ടിയാ. എന്ന പോലെ ഇമാം അബുൽ ഹുസൈൻ അൽ ഖുദൂരി ഈ സുന്നത്ത് വിടാൻ വേണ്ടി, അത് ബറക്കത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് മദർസയൊക്കെ തുടങ്ങുമ്പോൾ ഫാത്തിഹ ഓതി തുടങ്ങുന്നത്. ഒരു ആയത്തോതൽ, അതൊരു സൂറത്തോതിയാൽ കൂടുതൽ നല്ലതാണെന്നാ. അപ്പൊ അങ്ങനെ ഒരു ആയത്ത് കൊണ്ടുവന്ന അതിനാണ്. പിന്നെ ഫർദു ത്വഹാറത്തി ഉസ്ലുൽ അഅ്ളാഇ സലാസ, 3 അവയവങ്ങൾ കഴുകലാണ് ത്വഹാറത്തിന്റെ ഫർദ്. ഈ ത്വഹാറത്ത് കൊണ്ട് ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ത്വഹാറത്ത് എന്ത്, ഉളൂ എന്ന ത്വഹാറത്ത. പിന്നെ മസ്ഹുർ റസി എന്ന പോലെ തല തടകലുമാണ് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, മിർഫക്കാനെയും കഅബാനെയും അതിൽ ഉൾപ്പെടും എന്നാ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ? ക്ലാസ് മുറിഞ്ഞാല് ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ. ആയിക്കോട്ടെ. ചിലപ്പോ എന്റെ എന്താണ് ഡെയിലി GB കഴിയാനായിട്ടുണ്ട്, അതുകൊണ്ട്. പിന്നെ അപ്പൊ ഫർദു തഹാറത്ത് ഉസ്ലുൽ അഅ്ളാഇ സലാസ എന്ന് പറയും. 3 അവയവം കഴുകുക എന്ന് പറഞ്ഞാൽ 2 കൈയും 2 കാലും ആണെങ്കിൽ 5 അവയവം ഉണ്ടാവും, അല്ലേ? 2ആയിട്ട് കൂട്ടിയാൽ 5 അവയവം ഉണ്ടാവും. തലയും തടകണം. ഇതാണ് തഹാറത്തിന്റെ ഫർദ്. അപ്പോ നമ്മളെ മദ്ഹബിലുള്ള പോലെ നിയ്യത്തും തർത്തീബും എന്തില്ല, ഫർദല്ല എന്നർത്ഥം. നമ്മളെ മദ്ഹബില് ഈ 4ന്റെ പുറമെ 2 കൂടി ഉണ്ടല്ലോ, നിയ്യത്ത് ചെയ്യണം. അത് ഈ ആയത്തിന് പുറമെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞ ഹദീസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നിയ്യത്ത് നിർബന്ധമുണ്ട് എന്ന് പിടിക്കുന്നത്. പിന്നെ ഈ ആയത്തിൽ നിന്ന് തന്നെയാണ് തർത്തീബ് നിർബന്ധമുണ്ട് എന്ന് നമ്മളെ മദ്ഹബില് ഷാഫി മദ്ഹബില് പറഞ്ഞത്. അതിന്റെ ക്രമം അങ്ങനെ തന്നെ പറഞ്ഞതുകൊണ്ട്. അപ്പൊ ഏതായാലും അത് 2 ഫർളില്ല. ഇവരുടെ മദ്ഹബില് ഹനഫി മദ്ഹബ് അനുസരിച്ച് 4 ഫർളുള്ളൂ. ഫർള് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഫർളും വാജിബും വ്യത്യാസമുണ്ട്. നമ്മളെ മദ്ഹബില് ഫർളും വാജിബും ഒരർത്ഥത്തിനാ. നിസ്കാരത്തിന്റെ ഫർള് എന്നും പറയും, നിസ്കാരത്തിന്റെ വാജിബ് എന്നും പറയും. എത്ര 14. എന്നാൽ ഇവർക്ക് നിസ്കാരത്തിന്റെ ഫർള് പിന്നെ 6ഉം പിന്നെ വാജിബാത്തുകളും ഉള്ളു. അപ്പൊ ഫർള് എന്താ വാജിബ് എന്താന്ന് മനസ്സിലാക്കണല്ലോ. അത് ഞാൻ പറഞ്ഞ ചില ഇസ്തിലാഹാത്തുകൾ മനസ്സിലാക്കാനുണ്ട്, അത് അവസരത്തിനനുസരിച്ച് പറയും എന്ന് പറഞ്ഞത്. അതിവിടെ അബ്ദുൽ ഗനിയിൽ മൈദാനി ഇവിടെ എന്താണ് ലുബാബിൽ പറയുന്നുണ്ട്. ആ ഭാഗം വായിച്ചു നോക്കാം, ഞാൻ ചുരുക്കി പറയാം. ഫർള് എന്ന് പറഞ്ഞാല് 2 ഉണ്ട്. ഫർള് ഖത്ഈയും ഉണ്ട്. ഫർള് ഖത്ഈന് ഫർള് പിന്നെ ഇൽമിയ്യ് എന്നും പറയും. പിന്നെ അല്ല എന്ന പോലെ ഫർള് ലന്നിയ്യ് അല്ലെങ്കിൽ ഫർള് ഇജ്തിഹാദിയ്യ് അല്ലെങ്കിൽ ഫർള് അമലിയ്യ് എന്നിങ്ങനെ പറയുന്ന 2 രീതിയിലുള്ള ഫർളുണ്ട്. അപ്പോ ഫർള് ഖത്ഈയ്യ് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ
ഫർള് ഇൽമിയ്യ് എന്ന് പറഞ്ഞാല് ആ ഫർള് കൊണ്ട് ഉദ്ദേശം എന്താണ്? ഒരു ഖത്ഈയായ ശുബ്ഹത്തില്ലാത്ത ഖത്ഈയായ തെളിവ് കൊണ്ട് ചെയ്യൽ നിർബന്ധമാണ് എന്ന് സ്ഥിരപ്പെട്ട കാര്യത്തിനാണ് ഫർള് എന്ന് പറയുക. അതാണ് ഇവിടെ പറഞ്ഞത്. ഫർളുൽ വുളു, ഫർളു തഹാറത്തി എന്താണ്? ഫസ്ലുല്ലാഹി സലാസത്തി എന്ന് പറഞ്ഞാല് ഈ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണല്ലോ. ഫസ്ലു ഉജൂഹക്കും എന്ന് പറഞ്ഞ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഈ ആയത്ത് കൊണ്ട് സ്ഥിരപ്പെടുമ്പോ അത് ഖത്ഈ നസ്സായിട്ടാവുമ്പോ അത് ഖത്ഈയായ തെളിവാണ്, അതിൽ ശുബ്ഹത്തില്ല. അങ്ങനെ പിന്നെ അങ്ങനെ ഖത്ഈയായ തെളിവ് അല്ലാത്തത് കൊണ്ട് സ്ഥിരപ്പെടുമ്പോ അതിനെന്ത് പറയും? ആ ഫർള് ലന്നിയ്യ് അല്ലെങ്കിൽ ഇഅ്തിഖാദി അല്ല, എന്താണ്, ഇജ്തിഹാദി അല്ലെങ്കിൽ അമലിയ്യ് എന്ന് പറയും. എന്ന് പറഞ്ഞാല് അത് ചെയ്തില്ലെങ്കിൽ, ആ ഫർള് ഇജ്തിഹാദി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജവാസ് ഇല്ലാതാകും എന്നാണ്. ആ ഫർള് ചെയ്തിട്ടില്ലെങ്കിൽ ജവാസ് ഇല്ലാതാകും, ജായിസാകാത്തൊരു കാര്യമായി പോവും. അതാണ്. പിന്നെ അതിശേഷം പറയുന്ന ഖദ്റുൻ നാസിയത്തിന്റെ അവിടെ ഫർള് എന്ന് പറയുന്നുണ്ട്. വൽ മഫ്റൂദു ഫി മസ്ഹിർ റഅസി മിഖ്ദാറുൻ നാസിയത്തി എന്ന് പറയുന്നുണ്ട്. ആ ഫർള് ഏത് ഫർളാ? ഈ ഫർള് അമലിയാണ്. അപ്പൊ മിഖ്ദാറുൻ നാസിയത്ത്, നാസിയത്തിന്റെ ഖദർ തടകിയില്ല എന്നുണ്ടെങ്കിൽ ആ തടകല് സഹീഹായില്ല, ജായിസായില്ല എന്നർത്ഥം. അതാണ് പിന്നെ ഒരു ഫർള് കൊണ്ട് ഉദ്ദേശം. പിന്നെ അപ്പൊ വാജിബോ, ഞാൻ പറഞ്ഞില്ലേ ഫർളും വാജിബും വ്യത്യാസം ഉണ്ട് എന്ന്. വാജിബ് എന്ന് പറഞ്ഞാല് ശുബ്ഹത്തുള്ള ഖത്ഈ അല്ലാത്ത ഒരു ലന്നിയായ ദലീല് കൊണ്ട് സ്ഥിരപ്പെടുന്ന, ചെയ്യൽ നിർബന്ധമാണ് എന്ന് സ്ഥിരപ്പെടുന്ന കാര്യത്തിനാണ് വാജിബ് എന്ന് പറയുക. അപ്പൊ ആയത്തിന്റെ നസ്സുകളൊക്കെ എന്താണ്? ഖത്ഈയായ തെളിവാണ്. മുത്തവാത്തിറായ ഹദീസും മഷ്ഹൂറായ ഹദീസും ഒക്കെ ഖത്ഈയായ തെളിവാണ്. ഇജ്മാ ഖത്ഈയായ തെളിവാണ്. എന്നാൽ ഖബർ ആഹാദുകൾ എന്തല്ല? അത് ഖത്ഈയായ തെളിവല്ല, ലന്നിയായ തെളിവുകളാണ്. അപ്പൊ ഖബർ ആഹാദ് കൊണ്ട് സ്ഥിരപ്പെടുന്ന വാജിബുകൾ, നിർബന്ധമായ കാര്യങ്ങൾക്ക് വാജിബാത്ത് എന്നാ പറയാ. അപ്പൊ ഫർളു തഹാറത്ത് ഗ്ുസ്ലുൽ അഅ്ളാഇ സലാസത്തി വ മസ്ഹുർ റഅസി എന്ന് പറഞ്ഞു. പിന്നെ വൽ മിർഫഖാനി വൽ കഅബാനി എന്താണ്? യദ്ഖുലാനി ഫിൽ ഗ്ുസ്ലി, അത് രണ്ടും കഴുകൽ നിർബന്ധമാണ് എന്നതിൽ പെടും. അത് രണ്ടും കഴുകണം. എന്തിനാ പറഞ്ഞത്? അതിൽ ഖിലാഫുണ്ട്, ഹനഫി മദ്ഹബിൽ തന്നെ ഖിലാഫുണ്ട്. അത് രണ്ടും കഴുകേണ്ടതില്ല എന്ന് ഇമാം സുഫർ റഹിമഹുള്ളക്ക് അഭിപ്രായമുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മൂന്നാമത് വരുന്ന സ്ഥാനത്ത് വരുന്ന ആളാണ് എന്താണ്? ഇമാം സുഫർ റഹിമഹുള്ള. അവർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. എന്ത്? അത് രണ്ടും കഴുകൽ നിർബന്ധമില്ല എന്ന്. പിന്നെ അപ്പോ ഈ നമ്മളെ മദ്ഹബിൽ പറഞ്ഞ പോലെ തന്നെ എന്ത്, ഈ മിർഫക്ക് കഅബ് എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. അതായത് മിർഫക്ക് എന്ന് പറഞ്ഞാല് പിന്നെ തണ്ടം കൈയും തോൾക്കൈയും തമ്മിൽ കൂടുന്ന എല്ലിനാണല്ലോ മൗസിൽ അല്ലെ മൂസിലു ദിറാഇ ഫിൽ അലുദി എന്നാണ്. ദിറാഇ എന്ന് പറഞ്ഞാൽ കൈത്തണ്ട്, തണ്ടം കൈക്കല്ലേ പറയാ. അതിനെ അലുദ് എന്ന് പറഞ്ഞാൽ തോൾക്കൈ, ആ കയ്യുമായി ചേർക്കുന്ന എല്ലിനാ മിർഫക്ക്. അപ്പൊ അത് ഉൾപ്പെടെ കഴുകണം. നമ്മൾ ഷാഫി മദ്ഹബിലും അങ്ങനെ തന്നെ, അത് തന്നെയാണ്. പിന്നെ കഅബ് എന്ന് പറഞ്ഞാല് ഈ കാലിന്റെ ഞെരിയാണി എന്ന് പറയും. അതാ ഉയർന്നു നിൽക്കുന്ന എല്ലിനല്ലേ പറയാ. അൽഅൽമുൻ നാത്തിഉൽ മുത്തസിലു ബി അലമി സാഖൈൻ. കണ്ടോ, സാക്ക് എന്ന് പറഞ്ഞാൽ കാൽത്തണ്ട് അല്ലെ തണ്ടങ്കാല്. ഈ തണ്ടങ്കാലിന്റെ എല്ലിനോട് ചേർന്ന് വശങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്ന എല്ലിനാണ് കഅബ് എന്ന് പറയുക. പിന്നെ അത് രണ്ടും പെടും, കഴുകലിൽ പെടും. കഴുകുക എന്ന് പറഞ്ഞാൽ എന്താ? കഴുകലും തടകലും തമ്മിൽ വ്യത്യാസം അതൊന്ന് മനസ്സിലാക്കമാക്കുന്ന നല്ലതല്ലേ. കഴുകുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒലിപ്പിക്കുക. വെള്ളം ഒലിക്കുമ്പോഴാണ് കഴുകൽ ഉണ്ടാകുക. വെള്ളം ഒലിച്ചില്ലെങ്കിൽ തടകുക എന്നാ പറയുക. പിന്നെ വെള്ളം ഒലിക്കുമ്പോ ആ മഹലിനെയും വിട്ട് പുറത്തേക്ക് ഒരു തുള്ളിയെങ്കിലും ഇറ്റിയിരിക്കണം, എന്നാലാണ് കഴുകലാകുക എന്ന് പറയുന്നുണ്ട്.
അത് വേണ്ട. ആ അവയവത്തിന്റെ മുകളിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി, ഒലിച്ചാൽ മതി. ആ മഹല്ലും വിട്ടൊരു തുള്ളി ഇറ്റേണ്ടതില്ല എന്നിങ്ങനെ രണ്ടഭിപ്രായമുണ്ട്. അതിൽ റാജിഹ് ഒരു തുള്ളിയെങ്കിലും പുറത്തേക്ക് ഇറ്റണം എന്നാണ്. ഷാഫി മദബ് ഹനഫി മദബ് അനുസരിച്ച് അങ്ങനെ. അപ്പൊ കഴുകലാകണമെങ്കിൽ മുഖം കഴുകുമ്പോ അല്ലെ കൈ കഴുകുമ്പോ ആ മഹല്ലിൽ മാത്രം വെള്ളം എല്ലാ സ്ഥലത്തേക്കും ഒലിച്ചെത്തിയാ പോരാ, ഒരു തുള്ളിയെങ്കിലും പുറത്തേക്ക് ഇറ്റണം, അപ്പോഴാണ് കഴുകലാകുക. മനസ്സിലായില്ലേ? ഇനി വൽ മഫ്റൂദു ഫിൽ മസഹി, മസഹില് ഫർള് തലതടകണം എന്ന് പറഞ്ഞല്ലോ. അതില് ഫർളെന്താ? മിഖ്ദാറുൻ നാസിയത്തി വഹുവ റുബുഉർ റഅസി. മിഖ്ദാറുൻ നാസിയത്ത് എന്നാണ്, അത് തലയുടെ 4/1 ഭാഗമാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞ? മിഖ്ദാറുൻ നാസിയത്ത് എന്ന് പറയുമ്പോ ആ മുൻഭാഗം തന്നെ, മൂർധാവിന്റെ ഭാഗം തന്നെ തടകണം എന്ന് വരും. അതില്ല, പിന്നെന്തു മതി? സൈഡിന്നോ പിൻഭാഗത്തുനിന്നോ 4/1 തടകിയാലും മതി. ആ മിഖ്ദാറുൻ നാസിയത്ത് കൊണ്ട് ഉദ്ദേശം ഹഖീഖിയായ നാസിയത്തല്ല, തലയുടെ 4/1 ഭാഗമാണ്. അതിന് കാരണം അത്രയും തടകണം എന്ന് പറയാൻ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുബാത്തത്തു ഖൗമിൽ വന്നിട്ട് മൂത്രമൊഴിച്ചു, എന്നിട്ട് പിന്നെ ഒളു എടുത്തു. ഫമസഹ അലാ നാസിയത്തിഹി വ ഖുഫൈഹി എന്ന ഹദീസുണ്ട്. ഫമസഹ അലാ നാസിയത്തിഹി വ ഖുഫൈഹി. അപ്പൊ ഈ വംസഹു ബി റൂസിക്കും എന്ന് പറഞ്ഞ ആയത്ത് തല തടകണം എന്ന് പറഞ്ഞതിന്റെ അത് എത്ര തടകണം എന്നാ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. മറ്റേ ഇപ്പുറത്താണെങ്കില് പിന്നെ ഐദിയക്കും മിലൽ മറാഫിഖി അർജുലക്കും മിലൽ കഅബൈനി എന്ന് എവിടം വരെ എന്ന് കയ്യിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്, കാലിന്റെ അവിടെയും പറഞ്ഞിട്ടുണ്ട്, തലന്റെ അവിടെ എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഹദീസ് ആയത്ത് മുജ്മലാണ്. ബയാനായിട്ട് ഈ ഹദീസ് അവർ കൊടുത്തത് കൊണ്ടാണ് എന്താക്കിയത്? ഖദറുൻ നാസിയത്ത് വേണം എന്ന് പറഞ്ഞത്. ആയത്തിൽ ബയാനില്ല, മുജ്മലാണ്. അപ്പൊ ബയാൻ ഉണ്ടെങ്കിലേ അമൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബയാൻ ഈ ഹദീസിലാണ് വന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത്. ഹനഫി സാദത്തുൻ ഹനഫിയത്ത് അങ്ങനെ പറയുന്നത്. പിന്നെ അപ്പൊ ഖബർ വാഹിദ് കൊണ്ട് കൈതാക്കലൊന്നും പാടില്ല എന്നുണ്ടെങ്കിലും പിന്നെ ഖബർ വാഹിദ് കൊണ്ട് ബയാന് പറ്റുമെന്ന്. ഇതൊരു ഖബർ വാഹിദാണല്ലോ, അങ്ങനെ ഉസൂലിൽ വ്യത്യാസമുണ്ട്. പിന്നെ അപ്പൊ ഖദറുൻ നാസിയത്ത് മതി. അപ്പൊ അത് നമ്മളെ ഹനഫി ഷാഫി മദ്ഹബുമായിട്ട് വ്യത്യാസമുള്ള ഒരു മസല. നമുക്ക് ബഅദുർ റഅസ് തടകിയാ മതി, അല്ലെ? എവിടെങ്കിലും ഒരു തുള്ളി ഒരു മുട്ടുസൂചി കൊത്തുന്ന അത്രയും എന്ത് വന്നാ മതി? ആ തലയുടെ അതിർത്തിയിലുള്ള മുടിയോ തൊലിയോ തൊട്ടാൽ മതി. പക്ഷെ ഇവർക്ക് എന്താകണം? ആ ഖദറുൻ നാസിയത്ത് തന്നെ തടകണം എന്നാ. അതാ റുബുഉർ റഅസി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ലിമാറവൽ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസാണ് ഇത് മിഖ്ദാറുൻ നാസിയത്ത് ഫർളാണ് എന്നുള്ളതിന് തെളിവ്. അപ്പൊ ഈ ഫർള് നേരത്തെ പറഞ്ഞ ഫർളും വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താ സുബാത്തത്ത ഖൗമിൻ, ഒരു ജനങ്ങളുടെ ഒരു സമൂഹത്തിന്റെ ഒരു ഖൗമിന്റെ സുബാത്തത്ത് എന്ന് പറഞ്ഞാല് ഈ വേസ്റ്റ് ഒക്കെ കൊണ്ട് തട്ടുന്ന സ്ഥലാ. വേസ്റ്റ് ഒക്കെ തട്ടുന്ന ഒന്നായിട്ട് തട്ടുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് അവിടെ വന്നിട്ട് ഫബാല, അതിന്റെ ഒരു വശത്ത് നിന്ന് മൂത്രമൊഴിച്ചു. എന്നിട്ട് തവല്ല, അവിടുന്ന് മൂത്രമൊഴിച്ചിട്ട് പിന്നെ തിരിച്ചു വന്ന് ഒളു എടുത്തു. മസഹ അലാ നാസിയത്തിഹി വ ഖുഫൈഹി, അപ്പൊ തലയുടെ നാസിയത്ത് തടകി, ഖുഫയും തടകി എന്നാണ് ഈ ഹദീസ്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നാണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്തോ അല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തോ അവർ കേരളത്തിൽ കോഴിക്കോട് ദീനി പ്രചരണത്തിനായി വന്നപ്പോ ഇവിടെ ദീനൊക്കെ പ്രചരിച്ചതായി കണ്ടപ്പോ കൂടുതൽ താമസിക്കാതെ തിരിച്ചുപോയി എന്നാണ് ചരിത്രം. ഇമാം ഷാലിയാത്തി, അഹമ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ബദരിയത്തുൻ ഹംസിയന്റെ ഷറഹില് ആ സംഭവം നഖൽ ചെയ്തിട്ടുണ്ട്. ഒരു ബീഹാറുകാരൻ എഴുതിയ താരീഖിന്റെ കിതാബിൽ നിന്നാണ് അത് നഖൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പൊ അങ്ങനെ ചരിത്രപരമായ പിൻബലമുള്ള സംഭവമാണത്, മുഗദാറിൽ വന്നു എന്നുള്ളത്. പിന്നെ ഇനി സുനനു ത്വഹാറത്തി, അപ്പൊ ഫറളത്ര പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പൊ മൊത്തത്തിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കാനുള്ള ഒരു രൂപം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി വുളൂന്റെ സുന്നത്തുകളാണ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം.